ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വില്ലേജ് മുകളിലേക്കൊന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ മോളുകളും അതുപോലെ തന്നെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് ടൈമിലൊക്കെ ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ പർച്ചേസിങ്ങിനല്ലാതെ മോൾസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനത്തെ എന്താ പറയുക ഒരു കോസി ആയിട്ടുള്ള മോൾസിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈമിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ വില്ലേജ് മോളിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് എൻട്രൻസിനുള്ളിലേക്ക് കടക്കാം. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഇതുപോലത്തെ ബിൽഡിങ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറയുന്ന പോലെ ആകാശ ചുംബികളായി അമ്പര ചുംബികളായിട്ടുള്ള ഇങ്ങനത്തെ ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ സൂപ്പറാണ് കേട്ടോ, അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ മോളിലേക്ക് പോവാണ്. ഇവിടുത്തെ ഏറ്റവും ഒരു എന്താ പറയുക നല്ല വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ മോൾസിലൊരെണ്ണമാണ് ഈ ഒരു വില്ലേജ് മോൾ എന്ന് പറയുന്നത്. കാരണം അത്രയും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു മോളിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു പ്രത്യേകത തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ പ്രത്യേക തരത്തിലുള്ളൊരു ക്ലാരിറ്റി, ഇപ്പോൾ ഏത് ഫോണിലെടുത്താലും ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ക്ലാരിറ്റി തോന്നും കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ മോളിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ആസ് യൂഷ്വൽ. നമ്മുടെ റൂഫിംഗ് ഒക്കെ കാണാനായിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചുമ്മാ ഇങ്ങനെ നമ്മളിങ്ങനെ പർച്ചേസിങ്ങിനൊന്നും വന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഈ മോളൊന്ന് കാണാനും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വന്നതാണ്. പിന്നെ ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മോളിൻ്റെ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ മോളുകളിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ഒരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നമ്മൾ ഇത് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഒരു വെനീഷ്യൻ ടച്ചാണ്. അതായത് വെനീസിലെ ഒരു സിറ്റിയുടെ ഒരു റെപ്ലിക്കയായിട്ടാണ് ഈ ഒരു മോള് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ സൂപ്പറാണ് ഇത് ഇങ്ങനെ കണ്ട് നടക്കാനായിട്ട്. നമ്മൾ എന്താ പറയുക ഒരു സ്ട്രീറ്റിൽ കൂടെ, അത് വെന്നീസിലെ ഏതോ ഒരു സ്ട്രീറ്റിൽ കൂടെ നമ്മളിങ്ങനെ ഒരു കാഷ്വൽ വാക്ക് നടത്തുന്ന പോലെയാണ് ഈ മോളിനുള്ളിലൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കേട്ടോ. നമ്മുടെ സാധാരണ മോളുകളിൽ നിന്നിപ്പം സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കും. സാധാരണ മോളിപ്പോൾ ഇമാജിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് അതിൽ നിന്നൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ മോളിൽ കയറിയൊരു ഫീൽ വരില്ല. നമുക്കിങ്ങനെ ഏതൊരു സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന പോലെ ഒരു ഇതാണ് കേട്ടോ വരുന്നത്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മോൾസാണ് കേട്ടോ. ഏകദേശം ഒരു ഐ തിങ്ക് ഒരു 3.5 ലക്ഷം സ്ക്വയർ മീറ്റേഴ്സിലൊക്കെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു മോളിൻ്റേത്. കറക്റ്റ് അറിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലക്ഷറീസ് ബ്രാൻഡ്സും ഇവിടെ അവൈലബിൾ ആണ്. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. ലൈക്ക് USA, UK, ജർമ്മനി, ഇറ്റാലിയൻ അങ്ങനത്തെ എല്ലാ കൺട്രീസിലുള്ള എല്ലാ ലക്ഷറി ബ്രാൻഡ്സിൻ്റെയും റീറ്റെയിൽ ഷോപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ട് നടക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങാനായിട്ട് നോക്കിയില്ല കേട്ടോ. നമ്മൾ മുഖ്യമായിട്ട് നോക്കുന്നത് ഫുഡാണ്. അപ്പോൾ ആ കാണുന്ന ആ ഒരു സ്കൈയുടെ റൂഫിംഗ് ഇല്ലേ, അതൊക്കെ റൂഫിംഗ് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. പ്രത്യേക ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഏതൊരു ഫോൺ കൊണ്ടെടുത്താലും അടിപൊളിയാണ്. കാരണം അത്രയും കോസിയാണ് ഇവിടുത്തെ ഓരോ സ്പോട്സും കാര്യങ്ങളും കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ KFCയിൽ കയറിയിട്ടുണ്ട്. ഏതോ ഒരു കോംബോ ഓർഡർ ചെയ്ത് ഓർക്കണില്ല. അങ്ങനെ KFC ഒക്കെ നല്ല ലാവിഷായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ മോളൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്. നമുക്ക് പല ബ്രാൻഡ്സും അറിയില്ല. കുറച്ചിങ്ങനെ പോപ്പുലറായിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സ് മാത്രമേ അറിയാമായിരുന്നു. ബാക്കി എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ കണ്ട് നടക്കായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്താ പറയുക റീൽസും അതുപോലെ തന്നെ ഷോർട്സൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഫോട്ടോജനിക്കായിട്ടുള്ള, അതായത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പറായിട്ടുള്ള സ്പോട്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതായത് നമുക്കിവിടെ ഒത്തിരി ഇങ്ങനെ എന്താ പറയുക ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഐസ് സ്കേറ്റിങ്ങും അതുപോലെ തന്നെ ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വെനീസിലെ തന്നെ ഒരു കനാലാണ്. അതിൻ്റെ ഒരു സെറ്റിംഗാണ് ഈ ചെയ്തേക്കുന്നത്. ഗണ്ടോള കനാൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഈ ചെയ്തേക്കുന്നത് കേട്ടോ. ഗണ്ടോള കനാലിൽ കൂടെ നമുക്കിങ്ങനെ ഒരു ബോട്ട് റൈഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അത് ബുക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഏകദേശം എത്രയാണ് അഡൾട്ടിന് നമ്മൾ 4 പേരായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അഡൾട്ട്സിന് നമുക്ക് 4 പേർക്കും കൂടി ഏകദേശം ഒരു 40 റിയാൽസോളം ആയിട്ടുണ്ടായിരുന്നു. അതായത് നാട്ടിലെ ഒരു 800 രൂപയൊക്കെ ആയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് തുഴഞ്ഞു പോകുന്ന, അതായത് തുഴഞ്ഞു കൊണ്ടുപോകുന്ന ചേട്ടൻ. അപ്പോൾ ആൾ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുത്തു തരാൻ, വീഡിയോ ഒക്കെ എടുത്തു തരാൻ സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഇങ്ങനെ ബോട്ടിൽ പോകാനായിട്ട്.
പിന്നെ നമ്മളെ ബോട്ട് തുഴഞ്ഞു കൊണ്ടുപോകുന്ന ചേട്ടൻ കുറച്ച് നോട്ടിയാണെന്ന് തോന്നുന്നു. ആൾ നമ്മളൊന്ന് മറിച്ചിടാനൊക്കെ നോക്കി, നമ്മൾ ബോട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുരയ്ക്കാനൊക്കെ നോക്കിയിട്ട് ആൾ ചുമ്മാ ഫണ്ണിയായിട്ട് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബോട്ട് റൈഡിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡിലുള്ള കാഴ്ചകളും കണ്ട് ഇങ്ങനെ ബോട്ട് റൈഡ് ചെയ്ത് പോകാനായിട്ട് സൂപ്പറാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വരുന്നവർ എന്തായാലും ഇത് മിസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, വെന്നീസിൻ്റെ അതേ സെറ്റിംഗ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി നോക്കാവുന്നതാണ് നെറ്റിൽ. അപ്പോൾ കണ്ടില്ലേ, ഈ രണ്ട് സൈഡിലെ ഈ ഒരു കാഴ്ചകൾ അങ്ങനെ നമ്മുടെ അഡ്വഞ്ചറസ് ബോട്ട് റൈഡ് കൂടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. എന്തൊക്കെയൊക്കെ ബ്രാൻഡ്സൊക്കെ നോക്കി നടപ്പായിരുന്നു കേട്ടോ. ഇത് ഏതോ ഒരു പെർഫ്യൂമിൻ്റെ ആണ്, കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് H&M ആണ്. അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. ഡ്രസ്സും അതുപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസ്, ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എവിടേക്കോ. പിന്നെ ഇല്ല, ഇതിനകത്ത് ഭയങ്കര എക്കോയാണ് കേട്ടോ. നമ്മൾ എന്ത് സംസാരിച്ചാലും ഭയങ്കര എക്കോ ആയിട്ട് കേൾക്കും. അത് ഒരു പ്രത്യേകതയാണ് അതിൻ്റെ അകത്തുള്ള. നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എക്കോ ആയിട്ട് കേൾക്കും. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇത് ഏതോ ഒരു ലക്ഷറി ബ്രാൻഡാണ്. ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കി, അത്രയേ ഉള്ളൂ. അത് എന്തൊക്കെയോ കുറേ മറ്റേ ഹൈ ഹീൽഡ് പോയിൻറ്റഡ് ആയിട്ടുള്ള ഷൂസ്, അതുപോലെ തന്നെ ബാഗ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. എനിക്ക് ആണെങ്കിൽ ഹൈ ഹീലും പോയിൻ്റൊന്നും പറ്റില്ല, എനിക്ക് നല്ല നടുവേദന എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മോളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.